ഞാനിതെങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കൊടച്ചക്രൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. നീലടാ അടിച്ചു മാറ്റിയത്. ഒരുമാതിരി ഡോൾബി വർത്താനം എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസ്തുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസുവോ? വസ്തു, ഇത്രയും വസ്തു. ഓ ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടിയും വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടാവുന്ന തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. അതൊക്കെ പറയാം. ഒരൊറ്റ കൈ ഏറ്റാലമാര് കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളൂ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. പ്രാതരശ്വന സ്വാഹ. ഓവറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കഴിക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈ നീട്ടു. മാമ്പിള്ളി, കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്ക് ഇട്ടണോ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ സ്വാമി, അയ്യോ സ്വാമി, സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര മിനുങ്ങിപ്പോയി സ്വാമി. ആകെ ഇട്ടുപൂര ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂറ് പറഞ്ഞിട്ടാ നിലവറയത് ഞാൻ ആഭരണപ്പെട്ടി മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. പറ്റില്ല എന്ന് പറയരുത്. സ്വാമിയെ കൂട്ടി പൂജയ്ക്ക് ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. മുത്തച്ഛൻ കൂടി പറഞ്ഞോണ്ടാ പൂജയ്ക്കുള്ള ഏർപ്പാടാക്കിയത്. എന്താ മാമ്പിളിയുടെ അഭിപ്രായം? അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. ഏതായാലും ബാലഗോപാലൻ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ. വൈദ്യരുടെ അഭിപ്രായം അത് തന്നെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, സ്വാമി വരണം. സ്വാമിയിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ്, ഉപേക്ഷിക്കരുത്. ഏതായാലും പൂജ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവുക. ശരി, ബാലഗോപാലിന്റെ പൂജയ്ക്ക് നാം വരാം. എന്നാ നീ പോയി വേഗം കാറുമായി വരിക. സാമ്യം പരികർമ്മി ഒന്നും കൂടെ ഇറങ്ങിയാലും നല്ല സീനറി. ഇതേതാ സ്ഥലം? ഇതൊരു പുണ്യസ്ഥലം. ഇതാണ് നാറാണത്ത് പ്രാന്തൻ ജനിച്ച സ്ഥലം. നാരായണ, ഇത് അദ്ദേഹത്തിന്റെ വീടാണോ? അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസാ. അല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ താമസിച്ചിരുന്നത്, അതോ മരിച്ചതിന് ശേഷം? ഇവിടെ മനുഷ്യവാസമൊന്നുമില്ലേ? ഉണ്ടല്ലോ. എടാ എന്തപ്പാ ഓണം അടിച്ചോറാ. എല്ലാം ഭ്രാന്തന്മാരാണല്ലോ. നാറാണത്ത് ഭ്രാന്തന്റെ ഏരിയല്ലേ? ഇവരൊക്കെ ആരാണ്? അതൊക്കെ പിന്നെ പറയാം. അന്തപ്പാ നീ പൊക്കപ്പാ. കാറ് പോവാണ്. കാറ് പോയിട്ട് ആംബുലൻസ് വരും. വേറെ ഓട്ടം കാണും. മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ? അടിച്ചു നിർത്തണേ കള്ളന്മാരെ.
അയ്യോ കൊല്ലല്ലേ, ഇറക്കല്ലേ, അയ്യോ അയ്യോ. നിന്റെ കാലം എന്താ ആണിയുണ്ടോ? എനിക്ക് കിട്ടട്ടെ. മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം എന്നാ. എന്റെ ഭഗവാൻ, അമലി, ഓ, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വിടേണ്ടതാ. അയ്യോ ഞാനിതൊന്നും മനസ്സിലാവാ. വിസ്തരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി, തിരുമാ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ, എന്നോട് എന്തെങ്കിലും കരണ്ട് തോന്നണെങ്കിൽ ഒരു STD വിളിക്കാം. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമൊന്നേ ഇല്ല. ആ അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് I am really I love you. I love you. മാമല്ലി മാമ ഇതന്നെ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലെങ്കെ യു ആർ കെയർ ഫ്രീ. ഫോളോ മീ. ഗുരുവേ, ആരുടെ സിദ്ധി കൊണ്ടാന്നറിയില്ല എന്റെ പ്രവചനം വലിച്ചു. ഇനി ആതിരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന അനന്തനെ പുറത്ത് ചാടിച്ച് എന്നെ രക്ഷിക്കണം സ്വാമി. ആതിരയുടെ മനസ്സിൽ ആരൊളിച്ചിരിക്കുന്നെന്നാ പറഞ്ഞേ? അനന്തൻ. ഇയാള് തപ്പിക്കൊണ്ട് നടക്കുന്ന അനന്തനോ? അവൻ തന്നെ. അവനെന്തിന് ആതിരയുടെ മനസ്സിൽ കയറി ഒളിക്കണം? ഇനി ഒന്നും ഒളിക്കണ്ട, പറഞ്ഞേക്കൂ. മാമ്പലി ക്ഷമിക്കണം. ആശാനോട് ഞങ്ങളൊരു കാര്യം മറച്ചു വെച്ചു. ബാലഗോപാലിനെ ഓടിക്കുക, ഭാർഗവന്റെ രാഘവന്റെ കണ്ണിപ്പെടാതിരിക്കുക. ഇത് കൂടാതെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ കഴിയുന്നതിന്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നു. എന്താ അത്? ആതിരയുടെ വിശ്വാസം നേടിയെടുത്ത് കാമുകനായ അനന്തൻ എവിടെയുണ്ടെന്ന് അറിയില്ല. എന്ത് അസംബന്ധം നിങ്ങൾ ഈ പറയുന്നത്? ആതിരക്കുട്ടിക്ക് അങ്ങനെ ഒരു കാമുകനില്ല. ഉണ്ടെങ്കിൽ ഞാനത് അറിഞ്ഞാനേ. ആതിരയായിരിക്കും. മാമ്പലിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആ, ആതിര ഇന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യാണോ? സത്യം. പറയട്ടെ? പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് ആ, അത് സ്വാമിയാണ്. സ്വാമി, ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാന്. എന്താ? അല്ല, ഹണിമൂൺ. പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്, മനസ്സിലായോ? സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ വിഡ്വേഷം കെട്ടിയിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. അർത്ഥമില്ലെന്ന് അങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. അതെ, അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിര ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ ആതിരയെ തിരക്കി വരാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ട് പോരുന്നത് അത്ര പന്തിയല്ല.
ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച് അന്വേഷണം തുടരുന്നത്? മാത്രമല്ല ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ? പോലീസിലെങ്ങാനും വല്ല കംപ്ലൈന്റും കൊടുത്താ ചിലപ്പോ നമ്മളൊക്കെ കുടുങ്ങിന്ന് വരും. അയ്യോ, ഞാൻ പോയി നോക്കിട്ട് വരാം. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ? അയ്യോ പ്രേമദാസ, ആ കാലമാണന്മാർ ഇവിടെ എത്തി. എവിടെയെങ്കിലും ഒളിക്കണം. ഞാൻ പോയി നോക്കിട്ട് വരാം. എവിടെടാ ജയദേവൻ? ജയദേവനോ? അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ലല്ലോ. ഉണ്ടോ ഇല്ല ഞങ്ങൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. വേണ്ട, അവനെ കൊല്ലരുത്. ജയദേവൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രേമ പറയരുത്, ഒന്നാലും പറയരുത്. ഞാൻ പറയാം. പറയലടാ, ഞാൻ പറയും. നമ്മൾ ഇടികൊണ്ട് ചത്തിട്ട് അവൻ മാത്രം അങ്ങനെ സൂഹിക്കണ്ട. എങ്കിൽ പറയടാ പുല്ലേ. ജയദേവൻ അനന്തനെ അന്വേഷിച്ച് ബോംബെ പോയിരിക്ക. ബോംബെയിൽ എവിടെ? പറയരുത്, ഇവന്മാരവനെ കൊല്ലും. കൊല്ലട്ടെ, അവന് വേണ്ടി മരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയടാ, ബോംബെയിൽ എവിടെ അവന്റെ താമസം? പറയണം. അൽഹംദുലില്ല സ്ട്രീറ്റ്, ഡോർ നമ്പർ 33, അന്തേരി, ഡോൾബി നഗർ, മുംബൈ. ബോംബെയിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവനെ തപ്പിയെടുത്തോളാം. അതല്ല, ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അവനെ കാണാൻ വേണ്ടി മാത്രമല്ല, നിന്നെ കൊല്ലാൻ കൂടി. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല, ഈ 14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. ആഹാ, എന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ്. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഞാൻ ഇങ്ങോട്ട് വരും, നീ അങ്ങോട്ട് തള്ളുന്നു. ഒരാൾ പോയി ബാക്കിൽ നിന്ന് ഒരു കുത്തു കൊടുക്ക്. ബാക്കിൽ നിന്ന് കുത്ത ഞാൻ എന്താ പുട്ടോ? ചപ്പാത്തിയൊക്കെ പിന്നെ നീ ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലമാവുന്ന മുറിച്ചോളൂ. എന്തിനാ? എന്നെ ദഹിപ്പിക്കാൻ. നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെന്റെ ശവദാനം നടത്തും. ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ? എന്താ എന്ത് പറ്റി? അത് ഞങ്ങള് തല്ല്. ഞങ്ങൾ ഇവിടെ ഓണത്തല്ല് നടത്തിയതാ. അതെ, ഓണത്തല്ല്. അയ്യോ, എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടായിരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും. കൊള്ളാൻ വരണേ. അതെ.